നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. MP വീരേന്ദ്രകുമാറിനൊപ്പം വേദി പങ്കിട്ടും മുന്നണിയിലേക്ക് ക്ഷണിച്ചും പിണറായി വിജയൻ. ഉണ്ടായ വിയോജിപ്പ് നാളെ ഒരുമിക്കാൻ തടസ്സമല്ല. സോഷ്യലിസ്റ്റുകളുടെ സ്വാഭാവിക രാഷ്ട്രീയ സ്ഥാനം ഇടതുപക്ഷം. LDF വിട്ട് UDFിൽ പോയപ്പോൾ സ്വാഭാവികമായും അതിനെ രാഷ്ട്രീയമായി വിമർശിക്കുന്ന നില സ്വീകരിച്ചിട്ടുണ്ട്. നാളെ ഒരുമിച്ച് നിന്ന് പൊരുതുന്നതിന് ഇതൊന്നും ഒരു തടസ്സവുമല്ല. വർഗീയ വിരുദ്ധ പോരാട്ടത്തിൽ മുന്നണികൾ തടസ്സമല്ലെന്ന് വീരേന്ദ്രകുമാർ. ചെറിയ കാര്യങ്ങളുടെ മതിൽക്കെട്ടുകൾ ഇനി പ്രശ്നമാകരുത്. ചില യോജിപ്പുകൾ ആവശ്യമുണ്ട്. അതിൽ മുന്നണികൾ പ്രശ്നമല്ല. ആ യോജിപ്പിന്റെ മേഖല വളർത്തിയില്ലെങ്കിൽ ഇത് രാഷ്ട്രം നിലനിൽക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നായകനെ കേരള ഘടകം നിശ്ചയിക്കുമെന്ന് സീതാറാം യെച്ചൂരി. NSSനെ കാവ്യപുതപ്പിക്കാൻ BJP ശ്രമിക്കേണ്ടെന്ന് G. സുകുമാരൻ നായർ. വിരട്ടി കാര്യം കാണാൻ നോക്കണ്ട, സൗമ്യമായി വന്നാൽ ഗുണം കിട്ടും. നീതി കിട്ടിയത് UDF സർക്കാരിൽ നിന്ന്. സർവീസ് സൊസൈറ്റിയെ സൗമ്യമായി സമീപിച്ചാൽ നിങ്ങൾക്കും ഇതിന്റെ ഫലം കൊയ്യാം. അല്ലാതെ ഞങ്ങളെ വിരട്ടി ഒന്നും കാര്യം സാധിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം എങ്കിൽ UDF ഇനിയും മെച്ചപ്പെടണമെന്ന് ലീഗ്. പാചകവാതക വില വീണ്ടും കൂട്ടി. സബ്സിഡി രഹിത സിലിണ്ടറിന് 49 രൂപ വർദ്ധിക്കും. സിലിണ്ടർ ഒന്നിന് 673 രൂപ 50 പൈസയായി. വാണിജ്യാവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് കൂടിയത് 79 രൂപ. ഇടതുമുന്നണി അധികാരത്തിൽ വന്നാലും വിഴിഞ്ഞത്ത് അദാനി ഗ്രൂപ്പുമായുള്ള കരാർ റദ്ദാക്കില്ലെന്ന് പിണറായി വിജയൻ. കൊച്ചി മെട്രോയുടെ കോച്ചുകൾ നാളെ KMR ഏറ്റുവാങ്ങും. ആദ്യ പരീക്ഷണ ഓട്ടം മുട്ട മുതൽ കളമശ്ശേരി വരെ. കോഴിക്കോട് ഞാറ്റുവേല സംഘടിപ്പിച്ച ചുംബന സമരം സംഘർഷഭരിതം. സമരത്തെ നേരിടാനെത്തിയ ഹനുമാൻ സേന പ്രവർത്തകരുമായി ഏറ്റുമുട്ടി പോലീസ് ലാത്തി വീശി. MP വീരേന്ദ്രകുമാറുമായി വേദി പങ്കിട്ടും വീരനെ LDFിലേക്ക് സ്വാഗതം ചെയ്തും പിണറായി വിജയൻ. ഉണ്ടായ വിയോജിപ്പുകൾ വരും കാലത്ത് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തടസ്സമല്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞു. സോഷ്യലിസ്റ്റുകളുടെ സ്ഥാനം ഇടതുപക്ഷത്താണെന്നും പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു. വർഗീയ വിരുദ്ധ പോരാട്ടത്തിൽ ചെറിയ മതിൽക്കെട്ടുകൾ പ്രശ്നമാകരുതെന്ന് MP വീരേന്ദ്രകുമാർ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. വീരേന്ദ്രകുമാർ എഴുതിയ ഇരുൾ പരക്കുന്ന കാലം എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങാണ് വീരനും വിജയനും തമ്മിലുള്ള സൗഹൃദ പ്രഖ്യാപനത്തിന് വേദിയായത്. MP വീരേന്ദ്രകുമാറിന്റെ ഇരുൾ പരക്കുന്ന കാലം എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലാണ് പിണറായി വിജയൻ യോജിച്ച പോരാട്ടത്തിന് വീരേന്ദ്രകുമാറിനെ ക്ഷണിച്ചത്. രാഷ്ട്രീയമായ വിയോജിപ്പുണ്ടായിരുന്നുവെങ്കിൽ പോലും MP വീരേന്ദ്രകുമാറുമായി വ്യക്തിപരമായ ശത്രുത ഒരു ഘട്ടത്തിലും ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ പ്രസംഗം തുടങ്ങിയത്. അപ്രിയം വിദ്വേഷമാകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചു. ഉണ്ടായ വിയോജിപ്പുകൾ വീരേന്ദ്രകുമാറുമായി നാളെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് തടസ്സമല്ല. LDF വിട്ട് UDFിൽ പോയപ്പോൾ സ്വാഭാവികമായും അതിനെ രാഷ്ട്രീയമായി വിമർശിക്കുന്ന നില സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ വ്യക്തിപരമായി ഒന്നുമില്ല. നാളെ ഒരുമിച്ച് നിന്ന് പൊരുതുന്നതിന് ഇതൊന്നും ഒരു തടസ്സവുമല്ല. സോഷ്യലിസ്റ്റുകളുടെ സ്വാഭാവിക രാഷ്ട്രീയ സ്ഥാനം ഇടതുപക്ഷമാണ്. ജനങ്ങൾ സോഷ്യലിസ്റ്റുകളെ ഇടതുപക്ഷത്ത് കാണാനാണ് ആഗ്രഹിക്കുന്നത്. അമിതാധികാര പ്രവണതയും ഫാസിസവും ശക്തമാകുന്ന ഈ കാലത്ത് സോഷ്യലിസ്റ്റുകളുമായി യോജിച്ച് പോരാടുക എന്നത് അനിവാര്യമാണ്. അതുകൊണ്ട് പുനരാലോചിക്കേണ്ട കാര്യങ്ങൾ പുനരാലോചിക്കണം. ഇപ്പോൾ സോഷ്യലിസ്റ്റുകാരുടെ സ്വാഭാവിക സ്ഥാനം എവിടെയാണ്? അത് ഇടതുപക്ഷത്താണ്. അതിനെപ്പറ്റി യാതൊരു തെറ്റിദ്ധാരണയും വേണ്ട. അപ്പോൾ സോഷ്യലിസ്റ്റുകാരെ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷത്താണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലെത്തണമെങ്കിൽ തിരുത്തേണ്ടത് തിരുത്തുക തന്നെ വേണം. പുനരാലോചിക്കേണ്ടത് പുനരാലോചിക്കുക തന്നെ വേണം. തുടർന്ന് പ്രസംഗിച്ച വീരേന്ദ്രകുമാർ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ സോഷ്യലിസ്റ്റുകൾക്ക് മാറി നിൽക്കാനാവില്ല എന്ന് പറഞ്ഞു. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ യോജിപ്പ് വേണം. ഇതിന് മുന്നണികൾ പ്രശ്നമല്ല. ചെറിയ കാര്യങ്ങളുടെ മതിൽക്കെട്ട് തടസ്സമാകരുതെന്നും വീരേന്ദ്രകുമാർ കൂട്ടിച്ചേർത്തു. വർഗീയതയ്ക്കെതിരായി ഇന്ന് ഈ രാജ്യത്തിൽ നടക്കുന്ന പരസ്യമായിട്ടുള്ള ഈ വെല്ലുവിളിക്കെതിരായി ചില യോജിപ്പുകൾ ആവശ്യമുണ്ട്. അതിൽ മുന്നണികൾ പ്രശ്നമല്ല. ആ യോജിപ്പിന്റെ മേഖല വളർത്തിയില്ലെങ്കിൽ ഇത് രാഷ്ട്രം നിലനിൽക്കില്ല. ഞങ്ങളുടെ അഭിപ്രായം അതാണ്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് വിരുദ്ധ നിലപാടുകൾ പുലർത്തിയ പിണറായി വിജയനും വീരേന്ദ്രകുമാറും വേദി പങ്കിട്ടത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ JDUവിനെ പ്രതിനിധീകരിച്ച ശ്രീ ഷെയ്ഖ് പി ഹാരിസ്
കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എ ഷുക്കൂർ, ഡോക്ടർ ടി എം തോമസ് ഐസക്, മാധ്യമപ്രവർത്തകൻ ആർ അജിത് കുമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ ഷെയ്ഖ് പി ഹാരിസ്, വർഗീയതയ്ക്കെതിരെ പ്രതിരോധം തീർക്കാനുള്ള പോരാട്ടത്തിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ കാര്യമാക്കുന്നില്ല. സോഷ്യലിസ്റ്റുകളെ സംബന്ധിച്ച് ഈ പോരാട്ടത്തിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളത് സാധ്യമല്ല എന്ന് MP വീരേന്ദ്രകുമാർ ഇന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ LDF മുന്നണിയിലേക്ക് പോവുകയാണ് എന്നാണോ? വീരേന്ദ്രകുമാറും സോഷ്യലിസ്റ്റുകളും എക്കാലവും പറഞ്ഞിട്ടുള്ള വർഗീയതയ്ക്കെതിരെയുള്ള നിലപാടാണ് എന്ന് വീരേന്ദ്രകുമാർ ആവർത്തിച്ചിരുന്നേ ഉള്ളൂ. വർഗീയ ഫാസിസത്തിനെ എതിർക്കുന്നത് ഇന്ന് രാജ്യത്ത് അനിവാര്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ആരുമായി യോജിക്കുമെന്ന് നേരത്തെയും വീരേന്ദ്രകുമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണനുമായി കോഴിക്കോട് ഒരു സെമിനാറിൽ ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് വേദികൾ പങ്കിട്ടിട്ടുണ്ട്. രാജ്യത്ത് അനിവാര്യമായിരിക്കുന്ന ഒരു പോരാട്ടത്തിൽ മറ്റെല്ലാം മറന്നുകൊണ്ട് രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി യോജിക്കാവുന്ന എല്ലാവരുമായി യോജിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് വീരേന്ദ്രകുമാർ അത്തരമൊരു പരാമർശം നടത്തിയത്. അതൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയായിട്ടൊന്നും കാണേണ്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ. ശ്രീ ഷെയ്ഖ് പി ഹാരിസ്, വർഗീയതയ്ക്കെതിരെ പിണറായി വിജയനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ എടുക്കുന്ന നിലപാടുകൾ, നിങ്ങളുടെ സുദൃഢമായ കാഴ്ചപ്പാട് ഞങ്ങൾ സൂക്ഷ്മമായി കാണുന്നുണ്ട് എന്നുകൂടി പറയുകയുണ്ടായി MP വീരേന്ദ്രകുമാർ. വർഗീയതയ്ക്കെതിരെ എടുക്കുന്ന നിലപാട്, CPIM എടുക്കുന്ന നിലപാട് അങ്ങേയറ്റം സ്വാഗതാർഹമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് അധികാരവും സൗകര്യങ്ങളും ഒന്നുമല്ല, ഈ നിലപാടാണ് എന്ന് അതിനോട് കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? താങ്കളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു മുന്നണി മാറ്റം എന്നുള്ള സൂചന നൽകാനുള്ള സമയമായിരിക്കില്ല, പക്ഷേ ജനതാദൾ യുണൈറ്റഡ് വളരെ ഗൗരവതരമായി ഇടതുപക്ഷത്തേക്ക് പോകാൻ ആലോചിക്കുന്നുണ്ട് എന്നാണോ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്? അർത്ഥത്തിൽ കാണേണ്ടയില്ല അഭിലാഷേ. ഇത് മതേതരത്വത്തിന് വേണ്ടിയുള്ള അനിവാര്യമായ ഒരു കൂട്ടുചേരലിന്റെ ഭാഗമായി ഒരു പരാമർശമാണ്. സഖാവ് പിണറായി വിജയനും ഇടതുപക്ഷവും, പ്രത്യേകിച്ച് വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും എക്കാലവും ഇന്ത്യയിൽ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ മുൻനിരയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. പുരോഗമന ചിന്താഗതിക്കാരെന്ന നിലയിൽ അവർ തുടർന്നു പോകുന്ന അത്തരം പോരാട്ടങ്ങളും പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാണ്. അവരുമായി രാഷ്ട്രീയത്തിനതീതമായി, മുന്നണികൾക്ക് അതീതരമായി, അധികാരങ്ങളും സൗകര്യങ്ങൾക്കും അപ്പുറം ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള യോജിപ്പ് കണ്ടെത്തണമെന്നുള്ള അർത്ഥത്തിലാണ് വീരേന്ദ്രകുമാർ അത്തരമൊരു പരാമർശം നടത്തിയത്. തുടരുക ശ്രീ ഷെയ്ഖ് പി ഹാരിസ്, രാഷ്ട്രീയമായ അർത്ഥങ്ങൾ കൽപ്പിക്കേണ്ടതില്ല എന്ന താങ്കളുടെ വ്യാഖ്യാനത്തെ നമുക്ക് വരുന്ന ചർച്ചകളിൽ അതിൻ്റെ വിശദാംശങ്ങൾ തേടാം. ഞാൻ ദയവായി തുടരുക. ശ്രീ എ ഷുക്കൂർ, വളരെ സൗഹാർദ്ദപരമായി സംസ്ഥാനത്തെ രണ്ട് പ്രമുഖ നേതാക്കൾ ഒരു വേദിയിൽ രാഷ്ട്രീയം സംസാരിക്കുന്നു എന്നതിനപ്പുറത്തെ പ്രാധാന്യം ഇന്ന് നടന്ന പുസ്തക പ്രകാശന ചടങ്ങിന് നിങ്ങൾ കാണുന്നുണ്ടോ? ഇന്നലെ ഉഭയകക്ഷി ചർച്ച നടന്നിരുന്നു. ജനതാദൾ യുണൈറ്റഡ് അവരുടെ ആക്ഷേപങ്ങൾ പറഞ്ഞതാണ്. ജനതാദൾ യുണൈറ്റഡിനെ സംബന്ധിച്ച് നിരവധിയായ ആക്ഷേപങ്ങളും ആശങ്കകളും മുന്നണി സംവിധാനത്തിനകത്തുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? അവർ പോകുമോ? അഭിലാഷ്, നമ്മുടെ ഷെയ്ഖ് പി ഹാരിസ് വളരെ വ്യക്തമായി ഇന്ന് ഉണ്ടായ സംഭവത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ബഹുമാന്യനായ വീരേന്ദ്രകുമാർ ശ്രീ പിണറായി വിജയനുമായി വേദി പങ്കിട്ടത് അദ്ദേഹത്തിൻ്റെ ഒരു സൃഷ്ടിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമുക്കറിയാം, രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടേതായിട്ടുള്ള രചനകൾ പുറത്തിറക്കുമ്പോൾ പലപ്പോഴും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ സമുന്നതരായ നേതാക്കളെ വിളിച്ചു വരുത്തുകയും അല്ലെങ്കിൽ അത്തരത്തിൽ അവരൊരുമിച്ചിരുന്ന് വേദിയിലിരുന്നു കൊണ്ട് ഒരു വേദിയിൽ വ്യത്യസ്ത രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് പതിവാണ്. പ്രത്യേകിച്ച് കേരളീയ സംസ്കാരം ഇതിനെല്ലാം ഒരു വളരെ ഊന്നൽ കൊടുക്കുന്ന ഒരു വളരെ അങ്ങനെയല്ല ശ്രീ ഷുക്കൂർ. MP വീരേന്ദ്രകുമാറിന്റെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് പിണറായി വിജയനെ ക്ഷണിച്ചതല്ല. CPIMന്റെ കീഴിലുള്ള ചിന്ത പബ്ലിഷേഴ്സ് MP വീരേന്ദ്രകുമാറിന്റെ ലേഖന സമാഹാരം പുറത്തിറക്കാൻ തീരുമാനിക്കുകയും
സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ പിണറായി വിജയനെ കൊണ്ട് ആ കർമ്മം നിർവഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അതിന് രാഷ്ട്രീയമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇവിടെ ആ ചടങ്ങിൽ നടന്നത് നിങ്ങൾ UDF-ൽ നിൽക്കേണ്ടവരല്ല, ഞങ്ങളുടെ മുന്നണിയിലേക്ക് വരൂ എന്ന ക്ഷണമാണ്. ആ ക്ഷണത്തെ വേദിയിൽ MP വീരേന്ദ്രകുമാർ തള്ളുന്നില്ല എന്ന് മാത്രമല്ല, ഇക്കാര്യത്തിൽ വർഗീയതയ്ക്കെതിരെ ഒരുമിച്ച് നിൽക്കാനുള്ള ബാധ്യത എല്ലാ സോഷ്യലിസ്റ്റുകൾക്കും ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുക കൂടി ചെയ്തു. അങ്ങനെ വരുമ്പോഴാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടെ പറയേണ്ടത്. അതായത് ഇപ്പോൾ ചിന്ത പബ്ലിക്കേഷൻസിൻ്റെ ഒരു യോഗം, ഏതായാലും പിണറായി വിജയൻ ചിന്ത പബ്ലിക്കേഷൻസിൻ്റെ ഭാഗമാണ്. ഏതായാലും ആ ചിന്ത പബ്ലിക്കേഷൻസ് വീരേന്ദ്രകുമാറിൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നു. ഇത് വളരെ വലിയ കാര്യം നടക്കട്ടെ. പക്ഷെ അവിടെ പിണറായി വിജയൻ്റെ പ്രസംഗത്തിൽ വന്ന കാര്യങ്ങൾ എന്നുള്ളത് പറയുകയും ചെയ്തു. എന്തായാലും വീരേന്ദ്രകുമാർ അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ഷേഖ് പി ഹാരിസിന്റെ കാര്യങ്ങളും മറുപടിയും വന്നു. എന്തായാലും ഒരു രാഷ്ട്രീയ മാറ്റത്തിനോ അത്തരത്തിലുള്ള കൂടിച്ചേരലിനോ അല്ലെങ്കിൽ ഇപ്പോഴത്തുള്ള നിലപാട് മാറ്റത്തിനോ ഒരു സാധ്യതയും ഇല്ല കാണുന്നില്ല കോൺഗ്രസ്. തുടരുക ശ്രീ ഷുക്കൂർ, തുടരുക ശ്രീ TM തോമസ് ഐസക്. ഇന്നത്തെ വേദിയിൽ പിണറായി വിജയന്റെ ക്ഷണം വളരെ തുറന്ന ഒരു ക്ഷണമാണ്. സോഷ്യലിസ്റ്റുകളെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇടതുമുന്നണിയിലാണ്, സോഷ്യലിസ്റ്റുകളുടെ സ്വാഭാവിക സ്ഥാനം ഇടതുമുന്നണിയിലാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ UDF വിട്ട് LDF-ലേക്ക് വരൂ എന്ന് തന്നെ ആർക്കും സ്പഷ്ടമായി കാണാം അതിൽ. പക്ഷേ അതിന് തക്കവണ്ണമുള്ള പ്രതികരണം MP വീരേന്ദ്രകുമാറിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? വർഗീയതയെ പ്രതിരോധിക്കുക എന്നുള്ളത് സോഷ്യലിസ്റ്റുകളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും ഒക്കെ സംയുക്തമായ ലക്ഷ്യമാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിനപ്പുറത്ത് ആ ക്ഷണം സ്വീകരിച്ചിട്ടില്ല MP വീരേന്ദ്രകുമാർ. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. എന്താണെന്ന് വെച്ചാൽ LDF വിട്ടുപോയ കക്ഷികൾ LDF-ലേക്ക് തിരിച്ചു വരണമെന്നുള്ളതാണ്. അത് ആദ്യമായിട്ടുള്ള പുതിയ കാര്യമല്ല, എത്രയും നാളെ പറയുന്നതാണ്. എന്ന് മാത്രമല്ല, ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് ഇന്ത്യയിൽ കോൺഗ്രസിനും BJP-ക്കും ബദലായിട്ട് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിക്കുമ്പോൾ അതിൽ ആരൊക്കെ വേണമെന്നതിനെക്കുറിച്ച് കൃത്യമായി തിട്ടം പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, മറ്റിടതുപക്ഷ പാർട്ടികൾ, ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകാർ. ആ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരായി ഇന്ത്യയിൽ ചെറിക്കിടക്കുന്നവരിൽ ഇന്നൊരു പുനരേകീകരണത്തിനുള്ള നീക്കം നടക്കുകയാണ്. ഞങ്ങളതിന് സ്വാഗതം ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള യോജിച്ചു വരുന്ന സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ളവർ ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള കേരളം, ബംഗാൾ വരുമ്പോൾ എവിടെയാ ഇടതുപക്ഷത്തോടൊപ്പമാണ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നാണ് നമ്മൾ സാമാന്യ യുക്തിയിൽ നിന്ന് എത്തിച്ചേരേണ്ടത്. അപ്പം അതിൽ ഇത് നമ്മളൊരു ക്ലീൻ സ്ലേറ്റിലല്ല തുടങ്ങുന്നത്, ചരിത്രമുണ്ടല്ലോ. ഇന്നിപ്പോൾ RSPയും LDF-ഉം തമ്മിലുള്ള രൂക്ഷമായിട്ടുള്ള ഒരു അകൽച്ച പോലെ ഒരു അകൽച്ച വീരേന്ദ്രകുമാറിന്റെ പാർട്ടിയും ഞങ്ങളുമായിട്ടുണ്ടായിരുന്നു. ആ അകൽച്ച ഇന്നില്ലാതായിട്ടുണ്ട്. ആ അകൽച്ച ഇല്ലാതായതുകൊണ്ട് കാര്യങ്ങളൊക്കെ മാറി ഇനി ഇപ്പുറത്തോട്ട് വരാൻ പോകണമെന്ന് അർത്ഥമില്ല. അത് പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കിയല്ലോ. പക്ഷേ ഡോക്ടർ TM തോമസ് ഐസക്, CPIM ഇക്കാര്യത്തിൽ ഒരു എഫർട്ട് എടുക്കുന്നുണ്ട്. കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് ക്ഷണിക്കുന്നു, ചിന്ത MP വീരേന്ദ്രകുമാറിന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു, CPIM നേതാക്കൾ പിണറായി വിജയൻ തന്നെ വീരേന്ദ്രകുമാറിനെ പുകഴ്ത്തുന്നു. ഇങ്ങനെ CPIM-ന്റെ ഭാഗത്ത് നിന്ന് CPIM പറ്റാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മറുഭാഗത്ത് നിന്ന് റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നില്ല. CPIM വിളിക്കുന്നതല്ലാതെ അവർ ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ആരെങ്കിലും കാലുപിടിച്ച് കൊണ്ടുവരാനുള്ള ശ്രമമൊന്നുമില്ല, അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. വളരെ വ്യക്തമായിട്ട് ഇന്ന് പിണറായി വിജയൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ UDF-ന്റെ ഭാഗമാണ്. ആ രാഷ്ട്രീയ നിലപാടിൽ മാറ്റങ്ങൾ വരുമ്പോൾ അന്ന് അതിനെക്കുറിച്ച് ആലോചിക്കാം. പക്ഷെ ഇന്നിപ്പോൾ കഴിഞ്ഞ മുൻകാലത്തുള്ളതുപോലെ ഒരു വലിയ അകൽച്ച, വിദ്വേഷം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ദേശീയ കാര്യത്തിലുള്ള പല നിലപാടുകളിലും യോജിപ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതിനുള്ള ഒരു സംഭാഷണത്തിന്റെ വേദിയായിട്ട് പുസ്തക പ്രകാശനം മാറി എന്നതിനും സംശയമില്ല. പക്ഷെ അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അതിര് കവിഞ്ഞിട്ടുള്ള എന്തായിരിക്കും? അതാണ് താങ്കൾ ഈ നിമിഷം നിരീക്ഷിക്കുന്നത്. തുടരുക ഡോക്ടർ തോമസ് ഐസക്. ശ്രീ R അജിത് കുമാർ, സോഷ്യലിസ്റ്റ് ജനതയുടെ ജനതാദൾ യുണൈറ്റഡിന്റെ കഴിഞ്ഞ സംസ്ഥാന സമിതി കോഴിക്കോട്ട് യോഗം ചേർന്നപ്പോൾ
ശക്തമായ കോൺഗ്രസ് വിരുദ്ധ വികാരം ആ യോഗത്തിൽ ഉണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത തിരിച്ചടിയുടെ കാരണം കോൺഗ്രസിന്റെ കാലുവാറിലാണ് എന്ന് പറഞ്ഞിരുന്നു. 3-1 പ്രാതിനിധ്യം കുറഞ്ഞതിനെക്കുറിച്ച് അവർ ആശങ്കപ്പെട്ടിരുന്നു. ആ അർത്ഥത്തിൽ മുന്നണി വിടുന്നതിനെക്കുറിച്ചുള്ള ചർച്ച പാർട്ടിയിൽ സജീവമായിരുന്നു താനും. ഇപ്പോഴത്തെ സൂചനകളിൽ നിന്ന് എന്താണ് വായിക്കേണ്ടത്? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വീരേന്ദ്രകുമാറിന്റെ പാർട്ടി UDF-ൽ നിന്ന് ഇറങ്ങി LDF-ലേക്ക് വരാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ആ സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ സാധ്യമല്ല. കാരണം നേരത്തെ ഡോക്ടർ തോമസ് ഐസക് ചൂണ്ടിക്കാണിച്ചതുപോലെ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയുടെ ജനതാദൾ സംസ്കാരം ഇടതുപക്ഷ സംസ്കാരമാണ്. ആ സോഷ്യലിസ്റ്റ് ചിന്താഗതി ഇടതുപക്ഷത്തോടൊപ്പം പൊരുത്തപ്പെട്ടു പോകുന്നതാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പാർലമെൻറ്റ് സീറ്റിൻ്റെ എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. അങ്ങനെ പാർലമെൻറ്റ് സീറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നൊരു പ്രശ്നം വന്നപ്പോഴാണ് അവർ ഇടതുപക്ഷ മുന്നണി വിട്ട് ഏറെക്കാലം നിന്നിരുന്ന ഇടതുപക്ഷ മുന്നണി വിട്ട് UDF-ലേക്ക് പോയത്. എന്നാൽ അതിനോടനുബന്ധിച്ച് അതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ശ്രീ MP വീരേന്ദ്രകുമാറും ശ്രീ പിണറായി വിജയനും തമ്മിൽ നടന്ന വാക്പോരുകളാണ്. ഇരുപക്ഷത്ത് നിന്നുകൊണ്ട് പിണറായി വിജയനെ പാർട്ടിക്കുള്ളിൽ അടിമത്തമാണെന്നും AKG സെൻറ്ററിൽ നടക്കുന്നത് ചർച്ചയല്ലെന്നും ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുടെ പുച്ഛമാണെന്നും അത് ഒരു 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 ആത്മാഭിമാനമുള്ള രാഷ്ട്രീയക്കാരന് ചേരുന്നതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വീരേന്ദ്രകുമാർ വ്യക്തമായി എന്ന് പത്രക്കാരോട് പറഞ്ഞു. അതിന് മറുപടിയായി ശ്രീ പിണറായി വിജയനെ മാർക്സിസ്റ്റ് പാർട്ടി മാതൃഭൂമിയിൽ എതിരായ റിപ്പോർട്ടുകൾ വന്നു. മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ റിപ്പോർട്ടുകൾ വന്നു. കോഴിക്കോട്ട് അന്നത്തെ എഡിറ്ററായിരുന്ന ശ്രീ K. ഗോപാലകൃഷ്ണനെ വ്യക്തിപരമായി വിമർശിച്ചുകൊണ്ട് ശ്രീ പിണറായി വിജയൻ്റെ പ്രസംഗം വന്നു. ഇതുപോലുള്ള ആ സാഹചര്യത്തിൽ രണ്ടുപേരും രണ്ട് പാർട്ടികളും വളരെയേറെ അകന്ന് ഇരു ചേരികളിൽ നിന്ന് പരസ്പരം പോർവിളി നടത്തുന്ന അവസ്ഥയായിരുന്നു ഇടക്കാലത്തുണ്ടായിരുന്നത്. അതിനുശേഷം വളരെയേറെ വെള്ളം ഒഴുകിപ്പോയിരിക്കുന്നു. ഇപ്പോൾ മഞ്ഞുരുകിയിരിക്കുന്നു. ഇപ്പോൾ ആ ഒരു വിമർശനം മാർക്സിസ്റ്റ് പാർട്ടിയെ അങ്ങനെ സോഷ്യലിസ്റ്റ് ജനതാദളോ MP വീരേന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പത്രമോ അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങളോ രൂക്ഷമായി ആക്രമിക്കുന്നില്ല. മാത്രമല്ല സഹകരണത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും അന്തരീക്ഷം തെളിഞ്ഞിരിക്കുന്നു. ഇത് ഒരു ചിന്തയുടെ ഒരു പ്രസിദ്ധീകരണം, ചിന്ത കുറച്ച് വീരേന്ദ്രകുമാറിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ച് പുസ്തകമാക്കുന്നു. പിണറായി വിജയനെ യാദൃച്ഛികമായി വിളിക്കുന്നു. അത് അവിടെ വെച്ച് രണ്ടുപേരും വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് വളരെ കുറച്ച് കാണാൻ നമുക്ക് സാധ്യമല്ല. അതിന് രാഷ്ട്രീയ തലമുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇടതുപക്ഷ ഐക്യത്തിൻ്റെയോ ജനതാദളിൻ്റെയോ ഒരു പുനഃചിന്തനത്തിൻ്റെയോ വ്യക്തമാണ്. അതാണ് താങ്കൾ അക്കാര്യത്തിൽ കാണുന്നത്. ശ്രീ ഷേഖ് പി ഹാരിസ്, LDF-ലേക്കുള്ള ക്ഷണം ഒരു തുറന്ന ക്ഷണമാണ്. സോഷ്യലിസ്റ്റുകളുടെ സ്വാഭാവിക സ്ഥാനം ഇടതുപക്ഷമാണ്. ജനങ്ങളുടെ ആഗ്രഹവും അവരെ ഇടതുപക്ഷത്ത് കാണാനാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് തിരുത്താനുള്ളത് തിരുത്തി പുനരാലോചിക്കേണ്ടത് പുനരാലോചിച്ച് വരണം എന്ന് പിണറായി വിജയൻ ഖണ്ഡിതമായി പറയുകയാണ്. അതാണ് CPI-എമ്മിനെ സംബന്ധിച്ച് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ജനതാദൾ യുണൈറ്റഡിനോട്. നിങ്ങൾക്ക് ആ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായി തോന്നുന്നില്ലേ? പാർട്ടി എപ്പോഴാണ് ആ കാര്യം ചർച്ച ചെയ്യുക? ഇല്ല, രാജ്യത്തെ ബാധിക്കുന്ന പൊതുവായ വിഷയം എക്കാലത്തും ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഇടതുപക്ഷവും സോഷ്യലിസ്റ്റുകളും അതെല്ലാ രാഷ്ട്രീയത്തിന് അതീതമായി ഒന്നിക്കുന്ന പല വേദികളും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സഖാവ് പിണറായി വിജയൻ അത്തരത്തിൽ ഒരു പ്രസംഗത്തിൽ അത് സൂചിപ്പിക്കാനുണ്ടായ കാരണം. അതായത് വർഗീയതയ്ക്കെതിരെ ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി രാജ്യം കാണുന്നത് വർഗീയ ഫാസിസമാണ്. ആ ഫാസിസത്തെ പിടിച്ചു കെട്ടാനുള്ള ഒരു അവസരം എന്ന നിലയിൽ, ഒരു വേദി എന്ന നിലയിൽ ഉണ്ടാകേണ്ട അനിവാര്യതയെ സംബന്ധിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട സഖാവ് പിണറായി. അല്ല, അങ്ങനെയല്ല ശ്രീ ഷേഖ് പി ഹാരിസ് പിണറായി വിജയൻ പറഞ്ഞത്. മുന്നണി സംവിധാനത്തിന് പുറത്ത് യോജിക്കാവുന്ന വിഷയങ്ങളിൽ യോജിച്ചുകൊണ്ട് ഒരു പൊതു രാഷ്ട്രീയ കാഴ്ചപ്പാട് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതല്ല പിണറായി വിജയൻ പറഞ്ഞത്. കോൺഗ്രസിനെ കൃത്യമായി എടുത്തു പറഞ്ഞുകൊണ്ട് ബാബറി മസ്ജിദ് ധ്വംസനത്തിന് കോൺഗ്രസ് കൂട്ടുനിന്നു. നവ ഉദാരവൽക്കരണത്തെയും വർഗീയതയെയും ഒരേപോലെ എതിർക്കണം. ബദൽ നയം ഉയർത്തി പോരാടുന്നതിൽ സോഷ്യലിസ്റ്റുകളുടെ പങ്ക് വളരെ പ്രധാനമാണ്. അതിൽ വർഗീയതയോട് പോരാടുന്നത് പോലെ തന്നെ നവ ഉദാരവൽക്കരണത്തോടും പോരാടണം എന്ന് പറയുമ്പോൾ കോൺഗ്രസിനോടും BJP-യോടും ഒരേ നിലയ്ക്ക് പോരാടണമെന്നാണ് CPI-എം ആവശ്യപ്പെടുന്നത്. കേരളം പോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ സോഷ്യലിസ്റ്റുകളുടെ സ്ഥാനം ഇടതു മുന്നണിയിലാണെന്നാണ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. അല്ല, ഇടതു മുന്നണിയിൽ എന്നുള്ള അർത്ഥത്തിലല്ല. സോഷ്യലിസ്റ്റുകൾ എന്നും പുരോഗമനപരമായി ചിന്തിച്ചിട്ടുള്ളവരും
ഇടതുപക്ഷ മനസ്സുള്ളവരുമാണെന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ആ പരാമർശം നടത്തിയിട്ടുള്ളത്. എന്നും ഇന്ത്യയുടെ ചരിത്രത്തിൽ വർഗീയതയ്ക്കെതിരെ മുൻനിരയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് സോഷ്യലിസ്റ്റുകളും ഇടതുപക്ഷം. ഇപ്പോൾ 89-ലെ ബാബറി മസ്ജിദ് VP സിംഗിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലുണ്ടായ ഭരണത്തിന് ശേഷം അയോധ്യയിലെ പ്രശ്നങ്ങൾ, അതിനുശേഷമുണ്ടായ നരസിംഹറാവുവിൻ്റെ മന്ത്രിസഭ, അവിടെ ബാബറി മസ്ജിദിൻ്റെ ദംസനം, ആ സന്ദർഭങ്ങളിലെല്ലാം സോഷ്യലിസ്റ്റുകൾ എടുത്തിട്ടുള്ള ഒരു നിലപാടുകളും ഇടതുപക്ഷങ്ങൾ എടുത്തിട്ടുള്ള നിലപാടുകളും സമാനതയുള്ള ആണ്. അപ്പം അത്തരം വേദികൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലെല്ലാം രാജ്യത്തെല്ലാം മറന്നുകൊണ്ട്, അധികാരങ്ങൾ പോലും മറന്നുകൊണ്ട് യോജിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് സോഷ്യലിസ്റ്റുകളും ചിന്തിക്കുന്നത്. ആ വഴിയിൽ തന്നെയാണ് ഇടതുപക്ഷക്കാരും ഉള്ളത്. അതുകൊണ്ട് അങ്ങനെ താത്വികമായ ഒരു പരിസരം ചൂണ്ടിക്കാണിക്കുകയാണ് താങ്കൾ. തുടരുക ശ്രീ എ. ഷുക്കൂർ. ഈ വർഗീയത, ഫാഷിസം, നവ ഉദാരീകരണം, ഇതിനോടുള്ള പ്രതിരോധം തുടങ്ങിയവയൊക്കെ നമുക്കൊരു പൊതുസംവാദത്തിൻ്റെ വിഷയമായി മാത്രം നിർത്തിയാൽ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഒരു അസ്തിത്വ പ്രതിസന്ധി നേരിടുന്നുണ്ട് ജനതാദൾ യുണൈറ്റഡ് എന്ന പാർട്ടി. വർഗീസ് ജോർജ് സംഘടനയുടെ സെക്രട്ടറി ജനറൽ അത് കൃത്യമായി പറയുകയും ചെയ്തിട്ടുള്ളതാണ്. ആ പാർട്ടിയെ സംബന്ധിച്ച് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും വലിയ തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പുവെച്ച കാലം മാതിരി ആയിരിക്കുകയാണ് ആ പാർട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രാതിനിധ്യം 3-1 ചുരുങ്ങി. ഇപ്പോൾ വെറും 2 MLA സ്ഥാനം മാത്രമാണ് പാർട്ടിക്കുള്ളത്. പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ നേതാവ് പാലക്കാട് നിന്ന് 1 ലക്ഷത്തിലധികം വോട്ടിന് തോൽക്കുക. ഇങ്ങനെ ആ പാർട്ടി തന്നെ ഇല്ലാതാകുമോ എന്ന ആശങ്കയും ഭയവും ആ അസ്തിത്വ പ്രതിസന്ധി അവരെ സംബന്ധിച്ച് വലിയ തോതിലുണ്ട്. യഥാർത്ഥത്തിൽ ഈ നീക്കത്തിനൊക്കെ ഇന്ധനം പകരുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ അതാണ് അഭിസംബോധന ചെയ്യപ്പെടേണ്ടത്. വർഗീയത, അതിനോടുള്ള പ്രതിരോധം ഒരു വിഷയമാക്കി മാറ്റിക്കൊണ്ട് UDF-നെ വിടാൻ ആലോചിക്കുകയാണ് ജനതാദൾ യുണൈറ്റഡ് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമല്ലേ? അത് മനസ്സിലാകാത്തതുപോലെ നടിക്കുകയാണോ? അഭിലാഷേ, അങ്ങനെയല്ല. അഭിലാഷേ, നമ്മുടെ രാജ്യത്തെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം ഒരു വലിയ മതന്യൂനപക്ഷമടക്കം ദളിത് സമൂഹമടക്കം വളരെ ആശങ്കയോടുകൂടി നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളുടെ പ്രവർത്തനങ്ങളെ കാണുകയാണ്. ആ കേന്ദ്ര ഭരണത്തിന്റെ ഭാഗമായി നടക്കുന്ന ന്യൂനപക്ഷ താണ്ഡവം, അതായത് അവർക്കെതിരായുള്ള അതിശക്തമായ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ മതവൈര്യം ആളിക്കത്തിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ്. പക്ഷേ ഈ ജനതാദൾ യുണൈറ്റഡ് എന്ന പാർട്ടിയെ സംബന്ധിച്ച് ജനതാദൾ യുണൈറ്റഡ് എന്ന പാർട്ടിയെ സംബന്ധിച്ച് LDF-ൽ നിന്നാലും UDF-ൽ നിന്നാലും ഈ വിഷയങ്ങളോട് സമാനമായ നിലപാടെടുക്കാം. അല്ല, ഈ വിഷയങ്ങളോട് താങ്കൾ സൂചിപ്പിക്കുന്ന ഈ വിഷയങ്ങളോട് LDF-ൽ നിന്നാലും UDF-ൽ നിന്നാലും ഒരേ നിലപാടെടുക്കാം JDU-വിന്. പക്ഷേ അതിപ്പോൾ ആവർത്തിച്ച് പറയുന്നത് ഇത് ഒരു പശ്ചാത്തലം ഒരുക്കാനാണ് എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, ഞാൻ പറയട്ടെ, ഏതായാലും ബീഹാറിലുണ്ടായ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ എടുത്ത ഒരു നിലപാട് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കാനും ഭരണനിർവഹണത്തിലേക്ക് വരാൻ വേണ്ടി കോൺഗ്രസും ലല്ലു പ്രസാദ് യാദവും ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ CPM-ന്റെ നിലപാട് എന്തായിരുന്നു? ഇത് നമുക്ക് വ്യക്തമല്ലേ? അപ്പോൾ അവർക്ക് അവസരം വരുമ്പോൾ കേരളത്തിൽ അധികാരത്തിൽ വരാൻ ഇപ്പോൾ ജനതാദളിനെ വേണം എന്ന തരത്തിൽ, യുണൈറ്റഡിനെ വേണം എന്ന തരത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ പഴയതെല്ലാം മറന്ന് പുതിയ ഒരു സ്വഭാവം വരും. നമുക്കറിയാമല്ലോ, പ്രേമചന്ദ്രന്റെ പാർട്ടിയോട് കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാട്ടിയത് എന്തായിരുന്നു? അതിന്റെ മുൻപുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനതാദൾ യുണൈറ്റഡിനോട് കാട്ടിയത് എന്തായിരുന്നു? അത്തരത്തിലുള്ള ഒരു അഹങ്കാര രാഷ്ട്രീയത്തിന്റെയും ധിക്കാര രാഷ്ട്രീയത്തിന്റെയും ഭാഗം പോകാൻ ഒരിക്കലും UDF തയ്യാറല്ല. ക്ഷീണം UDF-ൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ക്ഷീണം ജനതാദൾ യുണൈറ്റഡിന് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇത് സംബന്ധിച്ചുള്ള ആ ക്ഷീണം അകറ്റാൻ വേണ്ടിയുള്ള UDF-നകത്ത് എങ്ങനെ ഈ കാര്യങ്ങൾ പോകണം എന്നുള്ളത് ആലോചന നടക്കേണ്ടതുമാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, അതിന്റെ ആരംഭത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത്. നിങ്ങളുടെ കഴിഞ്ഞ കോഴിക്കോട് യോഗത്തിൽ ഉണ്ടായിട്ടുള്ള വികാരം വലിയ തോതിൽ തിരിച്ചടി ഏൽക്കുന്നു ജനതാദൾ യുണൈറ്റഡ് എന്ന പാർട്ടിക്ക്. നമ്മുടെ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതും മാതിരി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കപ്പെട്ടേക്കാം എന്ന ഒരു വലിയ ആശങ്കയാണ് ആ യോഗത്തിൽ ഉയർന്നത്. അതിനുശേഷം നേതാക്കൾ ടെലിവിഷൻ ചർച്ചയിൽ, ഈ ചർച്ചയിൽ തന്നെ പങ്കെടുത്തുകൊണ്ട് ശ്രീ വർഗീസ് ജോർജ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ആശങ്ക, നമ്മൾ UDF-ൽ നിന്നാൽ നമ്മുടെ പൊളിറ്റിക്കൽ സ്പേസ് അതല്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയുള്ള വലിയ തിരിച്ചടി നേരിട്ടേക്കാം എന്ന ആശങ്ക നിങ്ങളുടെ പാർട്ടിക്കില്ലേ?
ഇല്ല, പാർട്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ പാർട്ടിയുടെ ഒരു വിലയിരുത്തലിനെ സംബന്ധിച്ചൊക്കെ ഇതിനകം നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് UDFന്റെ മുമ്പാകെ തന്നെ, കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുമ്പാകെ തന്നെ ഞങ്ങൾ പലവട്ടം അത് പരാതികൾ പറഞ്ഞിട്ടുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ 2010 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ UDFന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ മുമ്പാകെ ഒരു പരാതിയായിട്ട് കൊണ്ടുവന്നു. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയെ കണ്ടപ്പോഴും ഇന്നലെ നടന്ന ഉഭയകക്ഷി ചർച്ചയിലും ഞങ്ങൾ ഈ പഴയകാല പരാതികളൊന്നും തന്നെ ആവർത്തിക്കാൻ പോയിട്ടില്ല. കാരണം പരാതികൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾ അതിനെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ നിരാശാജനകമായിട്ടുള്ള കാര്യമാണുള്ളത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് രംഗത്ത് UDF, പ്രത്യേകിച്ച് അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ്, ഘടകകക്ഷികളെ സ്വീകരിക്കാൻ കാണിക്കുന്ന ഒരു വിമുഖത അതുണ്ട് എന്നുള്ളത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മുമ്പാകെ ഇന്നലെ ഞങ്ങളത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതൊക്കെ ശരിയാണ്. പരാതികളുണ്ട്, പരിഭവങ്ങളുണ്ട്. UDFന്റെ സംഘടനാ സംവിധാനത്തിലുള്ള പങ്കാളിത്തം കഴിഞ്ഞ 7 വർഷമായിട്ട് ഞങ്ങൾക്ക് നൽകിയിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചോദിച്ച സീറ്റ് തന്നിട്ടില്ല. പാലക്കാട് സീറ്റ് ഞങ്ങൾക്ക് അടിച്ചേൽപ്പിച്ചതാണ്. വീരേന്ദ്രകുമാർ മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടും വീരേന്ദ്രകുമാർ മത്സരിക്കണമെന്നുള്ള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിപ്പിച്ചു. അവിടെ കനത്ത തോൽവിയേറ്റു. ആ തോൽവിക്ക് ശേഷം UDFന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ആ അന്വേഷണത്തെ, തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കുന്നത്. UDFന്റെ ഉന്നതതല നേതാക്കന്മാരെ വെച്ചുകൊണ്ടാണ് ആ സമിതി രൂപീകരിച്ചത്. ആ സമിതി വ്യക്തമായ റിപ്പോർട്ട് നൽകി, UDFന് നൽകി, UDF കോൺഗ്രസിന് നൽകി. പക്ഷെ ഇതുവരെ ആയിട്ടും വീരേന്ദ്രകുമാറിനെ പോലുള്ള ഒരു നേതാവിനുണ്ടായ തോൽവി അത് ബോധപൂർവമായ ചില സംഘടനാപരമായ പിശകുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് വ്യക്തമായ തെളിവോടുകൂടി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും അതിന്മേൽ നടപടിയില്ലാത്തതിനെ ആവർത്തിച്ചാവർത്തിച്ച് നിങ്ങൾ എല്ലാ ചർച്ചയിലും പറയുന്നതാണ് എന്നതല്ലാതെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. മറ്റു തരത്തിലുള്ള ഒരു നീക്കവും നടത്തുന്നില്ല. ദയവായി തുടരുക ഒരു നിമിഷം. ശ്രീ TM തോമസ് ഐസക്, എന്തിനാണ് ഇപ്പോൾ ഇടത് മുന്നണിയിലേക്ക് JDUവിനെ സ്വാഗതം ചെയ്യുന്നത്? ഒന്ന്, അവർ അത്ര വലിയ ഒരു ഘടകകക്ഷിയല്ല. LDFനെ സംബന്ധിച്ചായാലും UDFനെ സംബന്ധിച്ചായാലും അവർക്ക് തന്നെ വലിയ തിരിച്ചടിയേറ്റ് നിൽക്കുന്ന ഒരു സമയവുമാണ്. LDFനെ സംബന്ധിച്ച് ഒരു വളരെ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നോക്കൂ, 3.5 വർഷം LDFന്റെ കൂടെ ഇരുന്ന് രാഷ്ട്രീയ അധികാരത്തിൽ പങ്കാളികളായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം UDFലെത്തി. അതിനുശേഷം 5 വർഷം ആ സംവിധാനത്തിൽ ഭരണ പങ്കാളിത്തം നേടിയതിനു ശേഷം വീണ്ടും LDFലേക്ക് ഒരുപക്ഷെ ഭരണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഒരു കക്ഷി വന്നു ചേർന്നാൽ അതിനെ പൊതുസമൂഹം ഏത് തരത്തിലായിരിക്കും വിലയിരുത്തുക? ഇത് വീണ്ടും ഭരണത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മാത്രമല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു, സോഷ്യലിസ്റ്റുടെ സ്ഥാനം ഇടതുപക്ഷത്തോടൊപ്പമാണ്. എന്നാൽ ദൗർഭാഗ്യവശാൽ 60കളുടെ അവസാനം ഇതിലൊരു മാറ്റം വന്നു. മഹാസഖ്യത്തിലേക്ക് സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരിൽ പലരും ചെന്ന് പോയി. അതുകൊണ്ട് ദേശീയ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള യോജിപ്പ് മങ്ങലേറ്റെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മുൻതൂക്കമുണ്ടായ കേരളത്തിൽ അതുപോലുള്ള പ്രദേശങ്ങളിൽ ഇടതുപക്ഷമായി യോജിച്ച നിലപാടാണ്. അതിന്ന് തെറ്റി. അതുകൊണ്ട് ആശയപരമായിട്ട് ഞങ്ങളെടുക്കുന്ന നിലപാട് ഇടതുപക്ഷത്താണ് ഇവിടെ സ്ഥാനം. ആ യോജിപ്പ് തിരിച്ചു വരണമെന്നുള്ളതാണ്. ആ യോജിപ്പ് എന്ന് വരും, എപ്പോൾ വരും എന്നൊന്നും ഞങ്ങൾ പ്രവചിക്കാൻ തയ്യാറില്ല. അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാനും ഏത് രീതിയിൽ സ്വാധീനിക്കാനും ശ്രമിക്കാനൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ കക്ഷിയാണ്, രാഷ്ട്രീയ നിലപാടെടുക്കട്ടെ. പക്ഷെ ഒരു കാര്യം ഇപ്പോൾ വളരെ വ്യക്തമാണ്, നേരത്തെ ഉണ്ടായിരുന്നൊരു അകൽച്ചയില്ല, നേരത്തെ ഉണ്ടായിരുന്നൊരു വിദ്വേഷമില്ല. ഇത് പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ്. പക്ഷെ രാഷ്ട്രീയം വർത്താനം പറയണമെങ്കിൽ UDF വിടാനായിട്ട് തയ്യാറാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സഹകരണം പറ്റുള്ളൂ. അവർ ആലോചിക്കട്ടെ, തീരുമാനമെടുക്കട്ടെ. അതിനൊന്നും ഞങ്ങൾക്ക് അത്യാർത്ഥിയോ അമിതാവേശോ ഒന്നും കാണിക്കാൻ ഞങ്ങളില്ല. അതാണ് നിലപാട്. ശ്രീ അജിത് കുമാർ, നേരത്തെ ഉണ്ടായിരുന്ന വിദ്വേഷം ഇപ്പോഴില്ല എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. ഇന്ന് പിണറായി വിജയനും അതുപോലെ തന്നെ MP വീരേന്ദ്രകുമാറും മാധ്യമങ്ങൾക്ക് ധാരണാപിശകുണ്ട്, ഞങ്ങൾ ശത്രുക്കളല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ കോഴിക്കോട് സീറ്റ് എന്നുള്ളത്
പെട്ടെന്ന് പൊട്ടിവീണ ഒരു കാരണമല്ല എന്ന് നമുക്കറിയാം. അതിനു മുൻപ് ഒരു 5 വർഷമെങ്കിലുമായി CPIM വിഭാഗീയതയുടെ ഒരു പക്ഷം പിടിച്ചു എന്ന ആരോപണം ജനതാദൾ അന്നത്തെ സോഷ്യലിസ്റ്റ് ജനത നേരിടുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മാതൃഭൂമി പത്രം VS അച്യുതാനന്ദന് അനുകൂലമായി എടുത്ത നിലപാടുകൾ, അതിനുശേഷം പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലെടുത്തിട്ടുള്ള നിലപാടുകൾ, വാർത്തകൾ, ഇതൊക്കെ വളരെ വലിയ ശത്രുത പിണറായി വിജയനും MP വീരേന്ദ്രകുമാറും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനുശേഷം ഈ മഞ്ഞുരുക്കലൊക്കെ എങ്ങനെ സാധ്യമായി എന്നാണ് താങ്കൾ കരുതുന്നത്? അതിൽ ഈ കേവലം വർഗീയതയ്ക്കെതിരെയുള്ള പൊതു നിലപാട് എന്നുള്ളത് മാത്രമാണോ കാരണം? അല്ല, വർഗീയതയ്ക്കുള്ള പൊതു നിലപാട്, വർഗീയതയെ ആശ്ലേഷിക്കുന്ന നിലപാട് ജനതാദൾ മുമ്പും എടുത്തിട്ടില്ല. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ, ഇടതുപക്ഷ കക്ഷികളോ ജനതാദളോ മുമ്പും എടുത്തിട്ടില്ല. പക്ഷേ വർഗീയത എന്നത് ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോം നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ വിദ്വേഷം മാറിയിരിക്കുന്നു. ആ വിദ്വേഷം മാറാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇടതുപക്ഷം അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെയാണ്. ശ്രീ പിണറായി വിജയൻ എൻ്റെ നേതൃത്വത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജാഥയും, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ആര് മുഖ്യമന്ത്രിയാകുന്നുള്ള രണ്ടാമത്തെ കാര്യം, എന്നാൽ അധികാരത്തിൽ വരും മാർക്സിസ്റ്റ് ഇടതുപക്ഷം എന്നുള്ളൊരു ധാരണ, UDF അധികാരത്തിൽ വരില്ല എന്ന ജനതാദളിൻ്റെ ധാരണ, ഒപ്പം നിന്നപ്പോൾ പാർലമെൻറ്റ് സീറ്റ് മാത്രമല്ല കോഴിക്കോടും വയനാടും, ജനതാദളിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് കോഴിക്കോടും വയനാടും, 2 ജില്ലകളിൽ വളരെയേറെ തിരിച്ചടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നേരിട്ടത്, അവിടെയൊക്കെ ഇടതുപക്ഷത്തിന് മുന്നേറാൻ കഴിഞ്ഞത്, ഇതൊക്കെ വെച്ചുകൊണ്ട് സ്വാഭാവികമായി ഇടതുപക്ഷത്തേക്ക് തിരഞ്ഞെടുപ്പിന് മുമ്പ് പോയാൽ, ജനതാദൾ പോയാൽ അത്ഭുതപ്പെടാനില്ല. ഒരു പ്രതിബന്ധം നിൽക്കുന്നത്, എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തേക്ക് ജനതാദളോ വീരേന്ദ്രകുമാറോ പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തെരഞ്ഞെടുപ്പിന് ശേഷം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ടാകണം. ആ ധാരണയും ഉറപ്പും ലഭിക്കുന്നതിനുള്ള ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങിക്കാണാം. അല്ലെങ്കിൽ അതിലുള്ള ഒരു ഉറപ്പ്, അതിൽ ഒരു ഫോർമുല ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഈ പരസ്പരം പ്ലാറ്റ്ഫോം പങ്കുവെച്ചുകൊണ്ടുള്ള അന്തരീക്ഷ സൃഷ്ടിക്കാണ് ഇരുകൂട്ടരും ശ്രമിക്കുന്നത്. ശ്രീ ഷേഖ് പി ഹാരിസ്, മുന്നണി മാറ്റ ചർച്ച ഒരു പൊതുവേദിയിലല്ല നടക്കാറുള്ളത്. മുന്നണി വിടണം എന്ന് പൊതുവേദിയിൽ ആവശ്യപ്പെടുക, അത് സ്വീകരിക്കുക തുടങ്ങിയതൊന്നുമല്ല കീഴ്വഴക്കമെന്ന് നമുക്കറിയുകയും ചെയ്യാം. അങ്ങനെ ഒരു ഘട്ടം വരുന്നത് ഏറ്റവും അവസാനം മാത്രമാണ്. അതിനു മുൻപ് ആശയവിനിമയമോ ഉഭയകക്ഷി ചർച്ചയോ നടക്കണം. ഇടതുമുന്നണിയുമായി JDUവിന് അങ്ങനെ ഒരു ഉഭയകക്ഷി ചർച്ചയുടെ അല്ലെങ്കിൽ രഹസ്യ ആശയവിനിമയത്തിൻ്റെ ഘട്ടം കഴിഞ്ഞോ? അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ശ്രീ അജിത്ത് പറഞ്ഞ ഒരു അഭിപ്രായത്തിനൊന്ന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അത് ജനതാദള് ഐക്യ ജനാധിപത്യ മുന്നണി വിട്ട് ഇടതുപക്ഷത്തേക്ക് പോകുന്നതായിട്ടുള്ള ചില സൂചനകൾ വരുന്നത് ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന് കണ്ടുകൊണ്ടാണ് എന്നൊരു പരാമർശം അദ്ദേഹം നടത്തി. അത് ജനതാദളിന്റെ ചരിത്രം അറിയാത്തത് കൊണ്ടാണ്, സോഷ്യലിസ്റ്റുകളുടെ ചരിത്രം അറിയാത്തത് കൊണ്ടാണ്. അത് തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനയായിട്ടാണ് അത് മനസ്സിലാക്കുന്നത്. കാരണം 1989 VP സിംഗ് പ്രധാനമന്ത്രി പദം ഒഴിഞ്ഞ് അധികാരം വിട്ടൊഴിഞ്ഞത് ഒരു കാരണത്തിന്, വർഗീയതയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ വേണ്ടി എടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അന്ന് വേണമായിരുന്നെങ്കിൽ രഥയാത്ര നടത്തിയ അന്നത്തെ BJPയുടെ പ്രസിഡന്റ് LK അദ്വാനിയെ ബീഹാറിലെ സമസ്തപൂരിൽ വെച്ച് ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ജനതാദളിന്റെ അന്നത്തെ നേതാവായിരുന്ന ലാലു പ്രസാദ് യാദവ് അറസ്റ്റ് ചെയ്യാതിരുന്ന് VP സിംഗ് ഒന്ന് കണ്ണടച്ചു കൊടുത്തിരുന്നുവെങ്കിൽ VP സിംഗിന്റെ ഭരണം അന്ന് തുടർന്നു പോകാമായിരുന്നു. പക്ഷെ അധികാരമല്ല വലുത്, രാജ്യത്തെ മതേതരത്വം നിലനിർത്തുക. ആയിക്കൊള്ളട്ടെ ഷേഖ് പി ഹാരിസ്, ഞാൻ ചോദിക്കുന്നത് ഈ രാഷ്ട്രീയ സന്ദർഭത്തെ കുറിച്ചാണ്. പറഞ്ഞു തീരുന്നോട്ടെ അഭിലാഷ്. 2009 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ വിടുമ്പോഴും 2 വർഷം അധികാരം ബാക്കി നിൽക്കുകയാണ്. അധികാരം വിട്ടൊഴിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടത്. അധികാരത്തിന്റെ പുറകെ പോകുന്ന ശീലമൊന്നും സോഷ്യലിസ്റ്റുകാർക്കില്ല. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലല്ല രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതും. നീ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് ഞങ്ങളിപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ LDFുമായി യാതൊരു ചർച്ചയോ ഉഭയകക്ഷി ചർച്ചയോ രഹസ്യ ചർച്ചയോ അങ്ങനെ ഒരു ചർച്ചയും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷിയായി നിൽക്കുമ്പോൾ
ഉണ്ടായ ചില പ്രശ്നങ്ങളെ സംബന്ധിച്ച് പരാതികളുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു മുന്നണി മാറ്റത്തിൻ്റെ സൂചനയുടെ ഭാഗമായി പറയുന്ന പരാതികളായിട്ടൊന്നും കണക്കാക്കേണ്ട. ഞങ്ങൾ നിലവിൽ രാഷ്ട്രീയപരമായ ഒരു മാറ്റത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. റൈറ്റ്, തുടരുക. ഡോക്ടർ തോമസ് ഐസക്, CPIM ആവർത്തിക്കുന്ന നിലപാട് UDF വിട്ടു വന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളതാണ്. പക്ഷെ അത് പ്രായോഗികമാണോ? കാരണം അവർ UDF വിട്ടു വരണം എങ്കിൽ മറുവശത്ത് എങ്ങനെയാണ് അക്കോമഡേഷൻ കിട്ടുക എന്നറിയണം, എന്തൊക്കെ നീക്കുപോക്കുകളാണ് സാധ്യം എന്നറിയണം, മത്സരിക്കാൻ ലഭിക്കുന്ന സീറ്റുകൾ, മറ്റ് സ്ഥാനങ്ങൾ, ഇതേക്കുറിച്ചൊക്കെ ഒരു പ്രാഥമികമായ ധാരണ ഉണ്ടാകണമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ആശയവിനിമയം നടത്താതെ, ഇക്കാര്യങ്ങളിലൊക്കെ ധാരണ എത്താതെ എങ്ങനെയാണ് അവർക്ക് മുന്നണി വിടാൻ സാധിക്കുക? അതിന് ഹാരിസ് മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ സീറ്റിൻ്റെയോ സ്ഥാനത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല, ചില അടിസ്ഥാനപരമായ രാഷ്ട്രീയ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ അടവുകൾ സ്വീകരിക്കുക എന്ന് അദ്ദേഹം വളരെ വ്യക്തമാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ വ്യക്തമാണ്. ഇവിടെ ഇടതുപക്ഷത്തോടൊപ്പമാണ് അവർ വരേണ്ടതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിന് കർട്ടന് പുറകിലുള്ള ഏർപ്പാടുകൾക്കോ ചർച്ചകൾക്കോ സ്ഥാനമില്ല. രാഷ്ട്രീയ നിലപാടെടുക്കുക. കേരള രാഷ്ട്രീയത്തിൽ എത്രയോ നാളായിട്ട് അറിയാവുന്നവരാ ഇതിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും. ഒരു സംശയവും വേണ്ട, ഉചിതമായ ധാരണകളിലെത്താൻ പറ്റും. പക്ഷെ ആ രാഷ്ട്രീയ നിലപാടെടുത്തതിന് ശേഷം ഇന്നിന്ന സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് ഹാരിസ് തന്നെ തള്ളി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപാടുകൾക്കില്ല. മറിച്ച് സമയം വരട്ടെ, അവർ ചിന്തിക്കട്ടെ. ഇപ്പോൾ ഒരു നിലപാടിലെത്തിയിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. മുന്നണിയുടെ അടിസ്ഥാനത്തിലല്ല, അതിനപ്പുറത്ത് ചില കാര്യങ്ങളിൽ യോജിച്ച് വേണം എന്നെടുത്തു. വളരെ നന്നായി. ഇനി അപ്പുറത്തേക്ക് ഇനി പോണോ വേണ്ടേ എന്നുള്ളത് ജനതാദൾ യുവ തീരുമാനിക്കേണ്ടത് പന്തവരുടെ കോർട്ടിലാണ്. ശരി, ഞങ്ങൾക്ക് അതാണ് അക്കാര്യത്തിൽ CPIM കാണുന്നത്. ഷുക്കൂർ, ജനതാദൾ യുണൈറ്റഡിനെ സംബന്ധിച്ച് പരാതികളുടെ ഒരു കെട്ടുണ്ട് അവരുടെ കയ്യിൽ. അതൊക്കെ പരിഹരിക്കപ്പെടണമെന്ന ആഗ്രഹം അവരെ സംബന്ധിച്ചുണ്ടാകും. എല്ലാ കക്ഷികളോടും നടത്തുന്നത് പോലെയുള്ള ഉഭയകക്ഷി ചർച്ച JDUവിനോടും നടത്തുന്നു എന്നതിനപ്പുറത്ത് അവർ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ മുന്നണി വിടാൻ ഒരുങ്ങി നിൽക്കുകയാണെങ്കിൽ അവരെ കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യുന്ന വിധത്തിലേക്ക് ചർച്ചകൾ നടത്തി സമവായത്തിലെത്തി അവരെ പോകാതെ പിടിച്ചു നിർത്താനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ടോ? ഞാൻ അഭിലാഷെ അതിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അജിത്ത് പറഞ്ഞത് ഒന്ന് പറയാതെ പോകുന്നത് ശരിയല്ല. അജിത്ത് ഇവിടെ പറഞ്ഞ ഏതായാലും UDF പരാജയപ്പെടാൻ പോകുന്നു, LDF അധികാരത്തിൽ വരാൻ പോകുന്നു. ഏതായാലും നമുക്കൊരു കാര്യം അറിയാം. നികേഷ് കുമാറിൻ്റെ ചാനൽ തന്നെ ആലപ്പുഴയും എറണാകുളവും തിരുവനന്തപുരവും കൊല്ലവും എല്ലാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എഴുതി തള്ളിയതാണ്. വോട്ട് ഷിഫ്റ്റിങ്ങിന്റെ കാര്യങ്ങളിൽ പത്രപ്രവർത്തകരുടെ സ്വഭാവം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ അജിത്തിന്റെ സ്വഭാവം അങ്ങനെയാണ് എങ്കിൽ അത് തെളിയിച്ചു കൊടുക്കുക. ഏതായാലും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന വോട്ടിന്റെ വ്യത്യാസം വളരെ ദുർബലമാണ്. അത് ആ മനസ്സിലിരിക്കട്ടെ. ഏതായാലും ഒരു തുടർ ഭരണത്തിലേക്ക് UDF പോകുന്നതിനെ കുറിച്ചുള്ള ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. UDFിനകത്തുള്ള പോരായ്മകളെയും പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ ഒരു പരിശ്രമം. അതിൽ ജനതാദളിന് ഒരുപാട് പരാതിയുണ്ട്, സത്യമാണ്. ആ പരാതി ഹൈക്കമാൻഡിനെ വരെ ബോധ്യപ്പെടുത്തേണ്ട ഘട്ടങ്ങളിൽ അവർ ബോധ്യപ്പെടുത്തി. KPCCയുടെ മുമ്പാകെ ഈ കാര്യങ്ങൾ വന്നു. ഞങ്ങളത് വളരെ ഗൗരവമായി എടുത്തുള്ള അതിൻ്റെ ആലോചനയും ചർച്ചയും ഒക്കെ നടക്കുന്നു എന്നുള്ളത് ശരി തന്നെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടക്കും, ഒരു സംശയം വേണ്ട. ഒരു അഹങ്കാര രാഷ്ട്രീയത്തിൻ്റെയും ധിക്കാര രാഷ്ട്രീയത്തിൻ്റെയും ഒരു രാഷ്ട്രീയമായ ഒരു പ്രവർത്തനവും ഒരിക്കലും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ല. ഏതെങ്കിലും തരത്തിൽ താഴെത്തട്ടിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമമാണ് UDF നേതൃത്വവും കോൺഗ്രസ് ഹൈക്കമാൻഡും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും കൈക്കൊണ്ടിട്ടുള്ളത്. അത് തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ UDFിനകത്ത് ജനതാദളിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ ഗൗരവമായ ചർച്ചയും കാര്യങ്ങളും നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു സംശയം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കേറെ ശുഭാപ്തി വിശ്വാസമുണ്ട്. അജിത് കുമാർ, നേരത്തെ തന്നെ ഈ ജനതാദൾ യുണൈറ്റഡിന്റെ മുന്നണി മാറ്റം ചർച്ചയായിരുന്നതാണ്. പക്ഷേ അരുവിക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതോടുകൂടി സംസ്ഥാനത്ത് ഒരു UDF ഭരണ
തുടർച്ചയാകും ഉണ്ടാകുക എന്ന ഒരു പൊതുബോധം തന്നെ ഉണ്ടായി. പൊടുന്നതേ അത്തരം ചർച്ചകളൊക്കെ അപ്രസക്തമായി. പിന്നീട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് വീണ്ടും ഇത്തരത്തിലുള്ള മുന്നണി മാറ്റ ചർച്ചകൾ. ആരെങ്കിലും LDF-ലേക്ക് പോകുന്നുണ്ടോ UDF-ൽ നിന്ന് എന്നുള്ള ചർച്ച സജീവമായത്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് സാധ്യതയ്ക്ക്, തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്ന സാധ്യതയ്ക്ക് ഇത്തരത്തിലുള്ള ചർച്ചകളിൽ വലിയ പ്രസക്തി ഉണ്ട് താനും. ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ചർച്ചകൾക്ക് പിന്നിൽ ഇനിയുള്ള ഭരണമാർക്ക് എന്നുള്ളത് തന്നെ ആകുമോ? താങ്കൾ നേരത്തെ പറഞ്ഞ ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണോ? സ്വാഭാവികം. കാരണം ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പാണല്ലോ അടുത്ത തെരഞ്ഞെടുപ്പിന് അടുത്ത തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താനുള്ള അവിടെ അടിസ്ഥാനശില. അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ LDF-ന് ലഭിച്ച മുൻതൂക്കം അത് ഇനി അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായേക്കാം എന്നൊരു പൊതു പ്രതീതി ഉണ്ടായിട്ടുണ്ട്. ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളത് ഞാൻ വിധികർത്താവല്ല, തീരുമാനിക്കേണ്ടതുമല്ല. ഇവിടെ അതും ഒരു പ്രധാന ഘടകമാണ്. ജനതാദൾ യുവിന് തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ലഭിച്ച തിരിച്ചടി, അതുപോലെ തന്നെ LDF-ന് അവരുടെ കോട്ടകളിൽ ലഭിച്ച മുൻതൂക്കം, അതൊക്കെ അവരെ ചിന്തിപ്പിക്കും. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ചർച്ച ജനതാദളിന് എന്തുകൊണ്ട് വിട്ടുവരാൻ കഴിയുന്നില്ല. ഒന്ന്, മാത്യു ടി തോമസിൻ്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ LDF-ലെ ഉറച്ച ഘടകകക്ഷിയാണ്. ആ LDF-ലെ ഉറച്ച ഘടകകക്ഷി അപ്പുറത്ത് നിൽക്കുമ്പോൾ അവർ എതിർത്തുകൊണ്ട് നിൽക്കുന്ന ഒരു വിഭാഗത്തെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അന്തരീക്ഷം കുറച്ചുകൂടി ലാഘവത്തോടെ ആകേണ്ടതുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ജനതാദളിന് യുണൈറ്റഡിന് തന്നെ കൂടെയുള്ള ആൾക്കാരെ, അണികളെ, നേതാക്കന്മാരെയും ഒത്തൊരുമിച്ച് LDF-ലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ രണ്ട് പ്രോസസ്സ് LDF-നകത്തും ജനതാദളിനകത്തും നടക്കേണ്ടതുണ്ട്. അത് നടന്നു കഴിയുമ്പോൾ ആണ് നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച തെരഞ്ഞെടുപ്പ് സീറ്റ്, അങ്ങനെ സീറ്റും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാതെ, അതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകാതെ പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ മാറിയിരിക്കുന്നു, ഞങ്ങൾ UDF വിട്ടിരിക്കുന്നു, LDF-ലേക്ക് വരാൻ ഞങ്ങൾ രാഷ്ട്രീയ തീരുമാനം എടുത്തിരിക്കുന്നു, ഇപ്പുറത്ത് സ്വാഗതം ചെയ്യുന്നു, അതൊക്കെ നേരത്തെ ഉറപ്പിച്ച ഒരു തിരക്കഥയുടെയും ഒരു ഫോർമുലയുടെയും അടിസ്ഥാനത്തിൽ അല്ല നടക്കില്ല. നടന്നിട്ടില്ല. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ നിരീക്ഷിക്കുന്നത് ശ്രീ ഷേഖ് പി ഹാരിസ്, മുന്നണി വിടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ തന്നെയും കൃത്യമായ ഒരു രാഷ്ട്രീയ കാരണമില്ലാതെ JDU-വിനെ പോലൊരു പാർട്ടിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നിങ്ങൾക്ക് അഭയം തന്ന മുന്നണിയാണ് എന്നത് മാത്രമല്ല, ഒരു ഭരണ സംവിധാനത്തിൽ ഏതാണ്ട് 5 കൊല്ലം ഇരുന്നതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മറ്റൊരു മുന്നണിയിലേക്ക് ചാടിയാൽ അതുണ്ടാക്കുന്ന അവമതിപ്പ് വളരെ വലുതായിരിക്കില്ലേ? ഇല്ല, രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടികളുടെ നിലനിൽപ്പ് കൂടി നോക്കേണ്ടതായിട്ടുണ്ടല്ലോ. ഇവിടെ ഞങ്ങൾ UDF-ലേക്ക് വന്നപ്പോൾ ഞങ്ങളെ ആ അസന്നിഗ്ധമായ ഘട്ടത്തിൽ 2 കൈയും നീട്ടി സ്വീകരിച്ചു എന്ന് പറയുന്നത് ശരിയാണ് എന്നതോടൊപ്പം തന്നെ ഞങ്ങൾ വന്നതുകൊണ്ട് കോൺഗ്രസിനും UDF-നും ഗുണമുണ്ടായിട്ടുണ്ട് രാഷ്ട്രീയമായി. അന്ന് ഞങ്ങളുടെ കൂടി 2 MLA-മാരുടെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ അന്ന് ഈ ഗവൺമെൻറ് രൂപീകരിക്കാൻ സാധിക്കില്ലായിരുന്നു. അതിനുശേഷമുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങൾ മലബാർ ഭാഗങ്ങളിൽ കേവലം ചില സീറ്റുകളിൽ UDF-ന് ഗുണകരമായി മാറിയിട്ടുണ്ട്. അപ്പം രാഷ്ട്രീയം എന്ന് പറയുന്നത് പരസ്പര സഹായങ്ങൾ കൈമാറുന്ന ഒരു പ്രക്രിയ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള, ഞങ്ങളെ സന്നിഗ്ധമായ ഒരു ഘട്ടത്തിൽ ഞങ്ങളെ സഹായിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങളുടെ ചില സഹായങ്ങളും ഞങ്ങളുടെ ചില നിലപാടുകളും കോൺഗ്രസിനും UDF-നും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തർക്കമില്ലാത്ത വിഷയമാണ്. പക്ഷെ മുന്നണി മാറ്റത്തേക്ക് സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായി തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. അത് നയപരമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ വിശകലനം ചെയ്തിട്ട് എടുക്കേണ്ട തീരുമാനങ്ങളാണ്. വ്യക്തമാണോ ഇപ്പോൾ നിലവിൽ? അതായത് കോൺഗ്രസിനോടോ UDF-നോടോ പ്രത്യേകിച്ച് നന്ദി കാട്ടാനുള്ള ബാധ്യതയൊന്നും JDU-വിനെ സംബന്ധിച്ചില്ല. ഒരു പാലമിട്ടാൽ ഇങ്ങോട്ടും അങ്ങോട്ടും എന്നുള്ള രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ. അതൊരു ബാധ്യതയൊന്നുമല്ല JDU-വിനെ സംബന്ധിച്ച്.
JDU ഉന്നയിച്ച കാര്യങ്ങളും JDU നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാം UDF മനസ്സിലാക്കുന്നുണ്ട്. UDFനകത്ത് ഒരുമിച്ച് ഇപ്പോഴത്തെ സംവിധാനം മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അത് മുന്നോട്ട് പോകുന്നു, ചർച്ചകൾ നടക്കുന്നു, കാര്യങ്ങൾ പോകുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയമായി കൈക്കൊള്ളേണ്ട UDF കൈക്കൊള്ളേണ്ട കാര്യങ്ങൾ ചെയ്യും, കൈക്കൊള്ളും. അതനുസരിച്ച് തന്നെ ഇത് കെട്ടുറപ്പോട് കൂടി UDF സംവിധാനം മുന്നോട്ട് പോകും. ഞങ്ങൾക്കതിൽ സംശയമില്ല. JDUവിൻ്റെ ജനതാദൾ യുണൈറ്റഡിൻ്റെ അവരുടേതായ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാനും. ഒരു തർക്കമില്ല. ശരി, അതാണ് ഡോക്ടർ TM തോമസ് ഐസക് ഈ സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരിക്കുമല്ലോ നിശ്ചയമായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഇടതു മുന്നണി നേരിടുക. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗമായി ഇരുന്ന, അവർക്ക് പാപമുണ്ടെങ്കിൽ ആ പാപത്തിൽ ഒരു പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ആളുകളെ ജയിപ്പിക്കാൻ അഭ്യർത്ഥിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നത് രാഷ്ട്രീയമായി നന്നാകുമോ? പക്ഷെ നിലപാടുകളുടെ അടിസ്ഥാനത്തിലെ തെരഞ്ഞെടുപ്പ് JDU ഇപ്പുറത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നിലപാട് തള്ളിപ്പറയുക എന്നുള്ളതാണ്. അതിനപ്പുറം ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. അവിടെ നിന്നുകൊണ്ട് ഇപ്പുറത്ത് പോകാം ആ രാഷ്ട്രീയ ബന്ധം എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് ആ നിലപാട് തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പുതിയ സ്ലേറ്റാണ്. അതുകൊണ്ട് പണ്ടിങ്ങനെയായിരുന്നു, പൂർവാശ്രമത്തിൽ അപ്പുറത്തായിരുന്നു എന്നുള്ളതൊന്നും പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. ഇന്നെന്ത് രാഷ്ട്രീയ നിലപാടെടുക്കുന്നു അതാണ് പ്രസക്തമായിട്ടുള്ളത്. അതുകൊണ്ട് അഭിലാഷ് വിചാരിക്കുന്ന പോലുള്ള പ്രയാസമൊന്നും അക്കാര്യത്തിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് CPIഎമ്മിൻ്റെ ആത്മവിശ്വാസം. വളരെ നന്ദി ഡോക്ടർ TM തോമസ് ഐസക്, ശ്രീ ഷെയ്ഖ് പി ഹാരിസ്, ശ്രീ A ഷുക്കൂർ, ശ്രീ R അജിത് കുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന്. LDF മുന്നണിയിലേക്കുള്ള ചേക്കേറ്റത്തിന് അരങ്ങൊരുക്കുകയാണോ ജനതാദൾ യുണൈറ്റഡ് എന്ന സംശയം, എന്ന ചിന്തയാണ് MP വീരേന്ദ്രകുമാറിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങോടുകൂടി ഉണ്ടായിരിക്കുന്നത്. MP വീരേന്ദ്രകുമാറും പിണറായി വിജയനും പരസ്പരം പ്രശംസകൾ കൊണ്ട് മൂടുന്നതിനും ഇന്ന് ഈ പുതുവർഷ ദിനം കേരളം സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ഇടവേളയ്ക്ക് ശേഷം എഡിറ്റേഴ്സ് അവർ കാണാം. നമസ്കാരം.